കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 2021 ജൂലൈ 7-ാം തീയതി മുതൽ 2021 ജൂലൈ 25-ാം തീയതി വരെ ബുധൻ മിഥുനം രാശിയിൽ നിന്ന് ഗോചരം ചെയ്യുന്ന സമയത്ത് ബുധൻ കൊണ്ടുതരുന്ന ഗുണങ്ങളുള്ള 12 നക്ഷത്രക്കാര്. ബുധൻ ഗ്രഹം, ബുധൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട, വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. പോസിറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നതും തോന്നിക്കുന്നതും എല്ലാം ഈ ഗ്രഹം തന്നെയാണ്. നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതായ ആ ഒരു നല്ല സമയവും കൂടി, നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ആക്റ്റീവ് ആവേണ്ട ഒരു സമയവും കൂടിയാണ് ഈ സമയം. നമുക്ക് പലതരത്തിലുള്ള ഭാഗ്യങ്ങളും കൊണ്ടുതരുന്നതും ബുധനാണ്. പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാം, പലതരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കൊണ്ടുതരിക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബുധനാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ഈ ബുധൻ മിഥുനം രാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സമയം തന്നെയാണ് കടന്നു പോകുന്നത്. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെയും ഒരു പ്രാഗൽഭ്യത്തിൻ്റെയും കഴിവുകളുടെയും ഒക്കെ എല്ലാമായ ഒരു ഗ്രഹം തന്നെയാണ്. ഈ പ്ലാനറ്റിന് പ്രത്യേകമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് പല തീരുമാനങ്ങളും എടുക്കാനും അത് പ്രാവർത്തികമാക്കാനൊക്കെ കഴിവുള്ള ഒരു ഗ്രഹം തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യങ്ങളിലും എല്ലാം തിളങ്ങാനും, പ്രത്യേകിച്ച് പല തീരുമാനങ്ങൾ, കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ്സുകാർക്കൊക്കെ കൂടുതൽ പ്രചോദനം നൽകുന്നതൊക്കെ ഈ ബുധൻ എന്ന് പറയുന്ന പ്ലാനറ്റാണ്. ഇതെല്ലാം ഈ ബുധന്റെ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ബുധനാണ് വിദ്യാകാരകനായിട്ട് ഭവിക്കുന്നത്. പാപഗ്രഹങ്ങളുടെ മഹാദശയിലൂടെ, പാപഗ്രഹങ്ങളായ കുജൻ, രാഹു ഇതുപോലെയുള്ള പാപഗ്രഹങ്ങളുടെ മഹാദശയിലൂടെ ഇത് കടന്നു പോകുമ്പോഴും 7ര ശനി, കണ്ടകശനിയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്തും പല രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും പല ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനും, നിങ്ങളെ ചെയ്യാൻ അതിനുവേണ്ടി നിങ്ങളെ ആക്റ്റീവ് ആക്കുന്നതും കൂടുതൽ നിങ്ങളെ അതിലേക്ക് പ്രചോദിപ്പിക്കുന്നതും ഒക്കെ ഈ സമയത്ത് ബുധന്റെ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ബുധൻ മിഥുനൻ രാശിയിലെ ഗോചരം ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് നമ്മളോട്, നിങ്ങൾ വീണ്ടും ആക്റ്റീവ് ആവൂ, വീണ്ടും എല്ലാ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കൂ എന്ന്. നമ്മൾ ബുധൻ അലസതയിലായിട്ട്, മൗഢ്യത്തിലായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ ചെയ്യാൻ തോന്നില്ല. പൊതുവായിട്ട് പല ഈ എഞ്ചിനീയറിംഗ് തരത്തിലുള്ള കുട്ടികളെയൊക്കെ സൃഷ്ടിക്കുന്നത് ബുധനാണ്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രം നിങ്ങൾ ഗോചരം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത്, മിഥുനത്തിൽ നിന്ന് 12ാമതായിട്ട് രാഹു സഞ്ചരിക്കുന്നുണ്ട്. രാഹു എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള വിചാരങ്ങളെയും വികാരങ്ങളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഗ്രഹം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കുന്നത് പോലും, അതായത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് പോലും രാഹുവാണ്. ഒരു മനുഷ്യന്റെ രാഹുർദശാകാലം എന്ന് പറയുന്നത് ഏതാണ്ട് 18 വർഷക്കാലത്തോളം വരും. ഈ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാനും പ്രേരിപ്പിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ പല സിനിമാക്കാരും നമുക്കറിയാം, പല സിനിമാക്കാരും ഈ സിനിമാ രംഗത്ത് ഡയറക്ഷനിലും പല തലത്തിലും സംവിധാനത്തിലും അല്ല പല തരത്തിലും ഒക്കെ ഇവർ തിളങ്ങുന്നതും ഈ സിനിമാ രംഗത്ത് തിളങ്ങുന്നതൊക്കെ രാഹുർദശയുടെ ഒരു ഗുണം കൊണ്ടാണ്. മീഡിയ പല തരത്തിലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും പല തരത്തിലുള്ള ഫോട്ടോഗ്രാഫി ഇതൊക്കെ സംഭവിക്കുന്നതൊക്കെ ഈ രാഹുർദശയുടെ കാലത്ത് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയും ചിന്തകളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് രാഹുവാണ്. രാഹു എന്ന് പറഞ്ഞാൽ അത് അലസനാണ്, ഒരു തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലസനാണ്. അപ്പോൾ ബുധൻ നമ്മളെ കൂടുതൽ ശക്തമായിട്ട് ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ രാഹു അവിടെ എന്താണ്, നമുക്ക് പല അലസതയും കൊണ്ടുതരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തകളുടെ ഒരു സംഭരണി നമ്മളിലേക്ക് ഉണ്ടാക്കുന്നതും നമ്മളിലേക്ക് വന്നു ചേരുന്നതും രാഹു മൂലമാണ്. ബുധൻ എന്ന് പറയുന്നത് വാക്കാണ്. നമ്മളുടെ വാക്കുകള്, പ്രാഗൽഭ്യം, വ്യക്തി വൈശിഷ്ട്യം, നമ്മളുടെ വ്യക്തിത്വം ഇതെല്ലാം പ്രകടമാക്കുന്നത് ബുധൻ എന്ന് പറയുന്നതിലൂടെയാണ്. ഇപ്പോ ഒരു വാഗ്മിയും
പ്രാസംഗികനുമായൊരു വ്യക്തിയാണെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും വാക്കുകളിലൂടെയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സമൂഹത്തെയും മറ്റുള്ള ഇതിനെ എന്താ പറയുക ഓഡിയൻസിനെയൊക്കെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് അയാളുടെ വ്യക്തിപ്രഭാവത്തിലൂടെയും വാക്കുകളിലൂടെയാണ്. അവിടെ ബുധനാണ്. ബുധൻ തീർച്ചയായിട്ടും അയാൾക്ക് വാക്കുകളിലൂടെയും അയാളുടെ വ്യക്തിപ്രഭാവത്തിലൂടെയും അയാൾക്ക് എന്താണ് ഒരു നേട്ടം കൊണ്ടു കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 7 സംഭവിച്ച ഈ ബുധന്റെ മിഥുനം രാശിയിലേക്കുള്ള ഗോചരം മൂലം പല നക്ഷത്രക്കാർക്കും രാശിക്കാർക്കും നേട്ടങ്ങൾ ഒരുപാട് കൊണ്ടുതരുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങളെ ബുധൻ മിഥുനം രാശിയിൽ ഗോചരം ചെയ്യുന്നുള്ളൂ എങ്കിലും അത് ഒരുപാട് നേട്ടങ്ങൾ നമ്മളുടെ ശ്രമം മൂലം ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുതരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നക്ഷത്രങ്ങളാണ്. മേടക്കൂറിൽപ്പെട്ട അശ്വതി അത്രയേറെ ഫലം കിട്ടുന്നില്ല എങ്കിൽ പോലും അവർക്ക് ധനസമ്പത്തും കുറച്ച് കാര്യസിദ്ധിയും കാര്യലാഭവും തൊഴിൽ ലാഭവും അവർക്ക് നൽകുന്നുണ്ട്. ഈ പറയുന്ന മിഥുനം ഗോചരം ചെയ്യുന്ന സമയത്ത് ബുധൻ മിഥുനം രാശിയിലേക്ക് ഗോചരം ചെയ്യുന്ന സമയത്ത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക, ഇടവക്കൂറിൽപ്പെട്ട രോഹിണി കാർത്തിക രോഹിണി മകീരം, ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം, കന്യക്കൂറിൽപ്പെട്ട അത്തം ചിത്തിര ചോതി ഇവർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയം. വ്യക്തിപ്രഭാവത്തിലും അവരുടെ പല പെരുമാറ്റത്തിലും അവരുടെ പല പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ വൈശിഷ്ട്യങ്ങൾ കാണാനും അതുകൊണ്ട് അവർക്ക് പല നേട്ടങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം അവരുടെ ഒരു ചിങ്ങക്കൂറിലൊക്കെ പെട്ട ആളുകൾക്ക് ഒരുപാട് ധനസമ്പാദനം ഒരുപാട് നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഈ നക്ഷത്രക്കാർക്ക് പല സമയത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളിലും ഇവർ അനുകൂലമാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇവരെ നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം വകവയ്ക്കാതെ ബുധൻ മിഥുനം രാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേടിയെടുക്കുകയും അപ്രതീക്ഷിതമായ ധനലാഭവും അപ്രതീക്ഷിതമായ വാഹനയോഗം ഇവർ ആഗ്രഹിച്ചിട്ട് ഇതുവരെ വാഹനമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ള അപ്രതീക്ഷിത യോഗം, ചിലവർക്ക് ഭവന യോഗം, ഇതെല്ലാം സ്വാഭാവികമായിട്ട് വന്നുപെടുന്ന ഒരു സാഹചര്യം ഈ മിഥുനം രാശിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഗോചരം ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ഒരു ഗുണപരമായ മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ മിഥുനം രാശിയിലൂടെ ബുധൻ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ചിങ്ങക്കൂറുകാരുടെ കാര്യത്തിലാണെങ്കിൽ പല കാര്യത്തിലും പല സ്ഥലത്ത് ചെന്നാലും പലരുടെ ഇടയിൽ ചിങ്ങക്കൂറുകാര് ഒന്നാമനായിട്ട് ഇപ്പൊ 30 പേര് നിരന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നാമനായിട്ട് എത്തുന്നത് ചിങ്ങക്കൂറുകാരാണ്. അവർക്ക് അതിനൊരു പ്രത്യേക കഴിവും പ്രാഗൽഭ്യവും ഉണ്ട്. കാരണം അവിടെയൊക്കെ അവർക്ക് രാഹുവിൻ്റെതായ ഗുണങ്ങൾ അവിടെ നേടാൻ സാധിക്കുന്നുണ്ട്. പലവിധ ഭാഗ്യങ്ങളും ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഗോചര സമയത്ത് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ഈ രാശിയിൽപ്പെട്ട അതായത് മേടം രാശിയിലും ഇടവൻ രാശിയിലും ചിങ്ങൻ രാശിയിലും കന്നി രാശിയിലും പെട്ട നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരം തിരുവാതിര മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി ഇത്രയും നക്ഷത്രക്കാർക്ക് ഇതിലെ പല നക്ഷത്രക്കാർക്കും 7 ശനിയും കണ്ടകശനിയും തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കാതെ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഈ പറഞ്ഞ ഒരു ഗുണം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് നിൽക്കുന്നത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരും രോഹിണി കാർത്തിക രോഹിണി ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്കുമാണ്. അവർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും പല സമ്പാദനങ്ങളും നിക്ഷേപ പദ്ധതികളും സമ്പാദ്യങ്ങൾ തുടങ്ങുക സമ്പാദ്യങ്ങള് സേവിങ്സ് ഒക്കെ തുടങ്ങാനൊക്കെയുള്ള സഹായവുമായിട്ടാണ് ഇപ്രാവശ്യം ബുധൻ മിഥുൻ രാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്.